അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇനി സൂറത്ത് മുദ്ദസ്സിറിലെ 8-ാമത്തെ ആയത്ത് ഫൈദാ നുഖിറ ഫിന്നാഖൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ എന്ന ആയത്തിനാണ് ജബ്ബാർ പിടികൂടിയിട്ടുള്ളത്. അവിടെ ജബ്ബാർ പറയുന്നത് 6-ാം നൂറ്റാണ്ടിൽ കാലഹരണപ്പെട്ടിട്ടുള്ള ഒരു ടെക്നോളജിയെ ദൈവത്തിന് അള്ളാഹുവിന് കിട്ടിയുള്ളൂ. ആധുനികമായിട്ടുള്ള ടെക്നോളജി ഒന്നും അള്ളാഹ്ക്ക് പിടികിട്ടിയില്ല. ഈ പരിഹാസമൊക്കെ നല്ലതാണ്, അതിൻ്റെ പരിണതി ജബ്ബാറിന് തന്നെ അനുഭവിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ജബ്ബാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഭാഷയിൽ ഒരു പ്രയോഗം, ആ പ്രയോഗം നാഗരിക വളർച്ചയോടുകൂടി ആ പ്രയോഗം നഷ്ടപ്പെട്ടു പോകുമോ, അതോ ആ പ്രയോഗത്തിന് നാഗരിക വളർച്ചയുടെ സ്വഭാവമനുസരിച്ച് ആശയം കൽപ്പിക്കുകയാണോ ഭാഷയിൽ സാഹിത്യത്തിൽ ചെയ്യുക? ജബ്ബാറിൻ്റെ ഭാഷ അനുസരിച്ചാണെങ്കിൽ മലയാളത്തിൽ ഒരുപാട് പദം നമ്മൾ എഴുതി തള്ളേണ്ടി വരും. ഇപ്പോൾ കാഹളം വിളിക്കുക, അതുപോലെ തന്നെ ദുന്ദുബി മുഴക്കുക, പെരുമ്പറ കൊട്ടുക, ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പ്രയോഗിക്കാൻ പറ്റുമോ? ജബ്ബാർ അയാൾക്ക് ഭാഷ അറിയുമെങ്കിൽ, മലയാള ഭാഷ അറിയെങ്കിൽ അയാൾ പറയേണ്ട ഒരു സംഗതിയാണിത്. അതോ ഈ ഇത്തരം പദങ്ങളൊന്നും ഇനി മേൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണോ? ഇവിടെ ഖുർആനിൽ ഫൈദാ നുഖിറ ഫിന്നാഖൂർ എന്ന കാഹളത്തിൽ ഊതുക എന്ന ഈ പരാമർശത്തെയാണ് ജബ്ബാർ ഇവിടെ പിടികൂടി അതിന് കളിയാക്കുന്നത്. അള്ളാഹുവിന് പഴയ ടെക്നോളജി അറിയുള്ളൂ എന്ന്. ഈ ടെക്നോളജി പഴയതും പുതിയതുമൊക്കെ ആരാണ് മനുഷ്യന് നൽകിയതെന്നാണ് ജബ്ബാർ മനസ്സിലാക്കിയത്. ജബ്ബാറിന് സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് സ്വന്തമായി കണ്ടെത്താൻ കഴിയുന്നൊരു സംഗതിയാണോ അത്? എന്ന് പറഞ്ഞാൽ ജബ്ബാറിനെ പോലുള്ള ആളുകളുടെ, അല്ലെങ്കിൽ മനുഷ്യർ മൊത്തത്തിൽ തന്നെ അവർക്ക് ഈ ബുദ്ധിയും ചിന്താശേഷിയും കണ്ടുപിടിക്കാനുള്ള കഴിവൊക്കെ നൽകിയതാരാ? ഇതിന് പിന്നിൽ ഒരു ശക്തിയും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തുമാത്രം വിഡ്ഢിത്ത! ഇങ്ങനെയുള്ള പമ്പര വിഡ്ഢികളാണ് തങ്ങൾ വലിയ ആധുനികന്മാരാണ്, ശാസ്ത്രത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരുന്നത്. എന്നിട്ടാണ് അവർ ഖുർആനിൻ്റെ ഇതുപോലുള്ള ശൈലികളെ വിമർശിക്കുന്നത്. അപ്പോൾ ഏത് ഭാഷയിലുള്ള ഇത്തരം ശൈലികൾ ഏത് കാലത്തും ഉപയോഗപ്പെടുത്തും. ഈ ഫൈദാ നുഖിറ ഫിന്നാഖൂർ, കാഹളത്തിൽ ഊതപ്പെടുക എന്ന് പറയുന്ന ഈ കാഹളത്തിൻ്റെ രൂപം എന്താണ് എന്ന് മനുഷ്യൻ ജബ്ബാറോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? അതാർക്കും അറിയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ അദൃശ്യമായിട്ടുള്ള അള്ളാഹിൻ്റെ അടുത്ത് മാത്രമുള്ള ചില സംഗതികളാണ്. അത് മനുഷ്യനെ തൻ്റെ വിചാരണക്കുള്ള സന്ദർഭമായിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന വിളംബരത്തെ സംബന്ധിച്ചൊരു പ്രയോഗമാണത്. ആ പ്രയോഗം പോലും മനസ്സിലാക്കാൻ ഉള്ള ചിന്താശേഷി ഇല്ലാത്ത, ദൈക്ഷണികമായിട്ടുള്ള കഴിവില്ലാത്തൊരു മനുഷ്യൻ, അയാളാണ് പോലും ഖുർആൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഖുർആൻ ക്ലാസ്സിൻ്റെ മട്ടുമാതിരിയൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ദുഷിച്ച മനസ്സോടുകൂടി ഭാഷാപ്രയോഗങ്ങൾ പോലും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു തരം മാനസികാവസ്ഥയിൽ ആണ് ഇത്തരത്തിലുള്ള ആളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് അവർ ഖുർആനെ ഇതിൻ്റെ പേരിൽ പരിഹസിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെക്നോളജി പഴകിയതോ അല്ലെങ്കിൽ പുതിയതോ അല്ല പ്രശ്നം. ഇവിടെ മനുഷ്യനോട് നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ട്, അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് അവനെ ബോധ്യപ്പെടുത്താനുള്ള, അതിന് ചിലപ്പോൾ പ്രായോഗികമായിട്ടുള്ളത് പഴയ ടെക്നോളജി ആണെങ്കിൽ അത് ഉപയോഗിക്കേണ്ടി വരും. ടെക്നോളജി പഴകുക, പുതുതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മനുഷ്യൻ ഇത് പ്രയോജനപ്പെടുമല്ല എന്നുള്ളതാണ് അതിൽ ചിന്തിക്കേണ്ടത്. അപ്പോൾ പ്രയോജനപ്പെടുമെങ്കിൽ പഴയ ടെക്നോളജിയും ഉപയോഗപ്പെടുത്താം, ഇല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ കാര്യമില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫൈദാ നുഖിറ ഫിന്നാഖൂർ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ മഹ്ശറിലേക്ക്, വിചാരണാവേളയിലേക്ക് വിളിച്ചു വരുത്താനുള്ള ഒരു ദുന്ദുബി അവിടെ മുഴങ്ങുന്നുണ്ട്. അതിൻ്റെ രൂപഭാവങ്ങൾ എന്താണ്, അതിൻ്റെ ആകൃതി എന്താണ്, ഇതൊന്നും മനുഷ്യൻ്റെ ഇവിടെ വെച്ച് തീരുമാനിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഈ കാര്യം മനുഷ്യനെ ബോധ്യപ്പെടുത്തി അറിയിക്കാനുള്ളതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ആ ഒരു നാൾ വരുമ്പോൾ ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ എന്നാണ് പറയുന്നത്. ആ ദിവസം അത് സംഭവിക്കുമ്പോൾ അത് വളരെയേറെ പ്രയാസകരമായിട്ടുള്ള, നിഷേധികളെ സംബന്ധിച്ചിടത്തോളം
വദാലിക യൗമഇദിൻ യൗമുൻ അസീർ, അന്ന് അത് വളരെ പ്രയാസകരമായിട്ടുള്ള സംഗതിയാണ്. അലൽ കാഫിരീന ഗൈറു യസീർ, നിഷേധികളെ സംബന്ധിച്ചിടത്തോളം അത് എളുതല്ലാത്തൊരു സംഗതിയാണ്. ഇതെന്തിനാണ് പറയുന്നത്? ഒരു മനുഷ്യൻ അവൻ നിഷേധിയാകണമോ വിശ്വാസിയാവണോ എന്നുള്ളത് അയാൾക്ക് തീരുമാനിക്കാം. പക്ഷേ മനുഷ്യൻ നിഷേധിയായതുകൊണ്ട് അവന് വല്ല നേട്ടമുണ്ടോ? മനുഷ്യൻ അവൻ ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് എല്ലാം തന്നെ അവൻ്റെ നേട്ടത്തിന് വേണ്ടിയായിരിക്കും. കാരണം ഏത് മനുഷ്യനും അവന് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവൻ പണിയെടുക്കുക. അപ്പോൾ ഇവിടെ മനുഷ്യൻ നിഷേധിയാവുമ്പോൾ അവന് ലക്ഷ്യം നേടാൻ കഴിയുന്നുണ്ടോ അല്ലേ? അത് സാധ്യമല്ല. ഭൂമിയിലെ ജീവിതം അവസാനിച്ച് മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്നതോടുകൂടി അവൻ്റെ ഈ പ്രയാസകരമായിട്ടുള്ള ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഈ കുരുക്കിൽ അവൻ അകപ്പെടാൻ പോകുന്നു. ഇത് മനുഷ്യനെ അറിയിക്കാനാണ് ഇവിടെ വദാലിക യൗമഇദിൻ യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം ആരാണ് നിഷേധി എന്നത് പ്രശ്നമാണ്. നിഷേധി എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തെ നിഷേധിക്കുമ്പോഴും ആ കാര്യം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ തള്ളിപ്പറയുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ നിഷേധിയായിത്തീരുന്നത്. സാങ്കേതികമായി ചിലപ്പോൾ നമ്മൾ മനുഷ്യരെ രണ്ട് വിഭാഗമായിട്ട് മതത്തിൻ്റെ ആളുകളും അല്ലാത്തവരും ഇസ്ലാമിൻ്റെ ആളുകളും അല്ലാത്തവരും എന്നുള്ളവർക്ക് നിഷേധി അല്ലെങ്കിൽ വിശ്വാസി എന്ന് പറയാറുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയല്ല. ഇവിടെ ഏത് മതക്കാരാണ് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ അവർക്ക് സ്വന്തമായിട്ടില്ലാത്തത്? ക്രിസ്ത്യാനികൾ അവർ വിശ്വാസികൾ എന്ന് പറയുന്നതും അവിശ്വാസികൾ എന്ന് പറയുന്നതും ആരെ സംബന്ധിച്ചാണ്? യേശുക്രിസ്തുവിനെ ദൈവവും ദൈവപുത്രനുമായിട്ട് അംഗീകരിക്കുന്നവർ അവർ വിശ്വാസികൾ എന്ന് പറയും, അല്ലാത്തവരെ നിഷേധികൾ എന്ന് പറയും. കമ്മ്യൂണിസ്റ്റുകാരൻ അയാൾ മറ്റേ ബൂർഷാസി എന്ന് പറയുന്നത് ആരെപ്പറ്റിയാണ്? തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചായിരിക്കും അവർ ബൂർഷ എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് പ്രയോഗങ്ങൾ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ചാരൻ എന്ന് പറയുന്നതായിരിക്കാം. രാഷ്ട്രത്തിനെതിരിൽ ശത്രുക്കൾക്ക് അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആളുകൾ, അവരെയാണ് നമ്മൾ ചാരന്മാരെന്ന് പറയാറുള്ളത്. എന്നതുപോലെ ഇസ്ലാമിൻ്റെ ഒരു സാങ്കേതിക പ്രയോഗമാണ് കാഫിർ പറഞ്ഞത്. കാഫിറായി തീരണമെങ്കിൽ അയാൾ വസ്തുത മനസ്സിലാക്കി എന്നിട്ടത് നിഷേധിക്കണം. കാരണം കഫറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭാഷയിൽ ഒരു സംഗതി ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. അതുകൊണ്ടാണ് ഖുർആന് കർഷകനെ സംബന്ധിച്ച് കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. യുജബുൽ കുഫാർ നബാത്തുഹു എന്ന് ഖുർആൻ അവിടെ കുഫാർ കാഫിറുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് കർഷകരെ സംബന്ധിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറയുന്ന എല്ലാ കാഫിറും ഒരേ അർത്ഥത്തിലുള്ള കാഫിറല്ല എന്നതുകൂടി ഇവിടെ മനസ്സിലാക്കണം. കുഫർ എന്ന് പറയുന്നത് നിഷേധമുണ്ട്, നന്ദികേടുണ്ട്, ശത്രുതയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ മൊത്തത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് അത് അംഗീകരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ ഏറ്റവും പ്രായോഗികമായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് നിഷേധി എന്നുള്ളതാണ്. അയാൾ നിഷേധിച്ചിരിക്കുന്നു, അതുകൊണ്ട് അയാൾ ഈ സംഘത്തിൽപ്പെട്ട ആളല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ലോകത്ത് നിഷേധവുമായി പോകുന്ന, സത്യം മനസ്സിലായിട്ടും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ അവർ നിഷേധികളാണ്. അവർ പരലോകത്തെത്തുമ്പോൾ അവർക്ക് അവിടെ ഒരു നിലക്കും രക്ഷപ്പെടാനാവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അതാണ് വൈദാനുഫിഖ ഫിന്നാഖൂർ ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ എന്ന് പറഞ്ഞത്. അത് ഖുർആനൊക്കെ പഠിച്ച് ഖുർആൻ ക്ലാസ് എടുക്കുന്ന നമ്മളുടെ മാഷുക്കും ബാധകമാണ്, മാഷെപ്പോലുള്ള ആളുകൾക്കും ബാധകമാണ്, എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ആര് നിഷേധി ആര് വിശ്വാസി എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ആ നിലയ്ക്ക് രണ്ട് വിഭാഗമേ ഉള്ളൂ, ഒന്നുകിൽ നിഷേധിക്കുന്നവൻ അല്ലെങ്കിൽ അംഗീകരിക്കുന്നവൻ. പിന്നെ ഈ സംഗതി ദൗത്യം തന്നെ കിട്ടിയിട്ടില്ലാത്ത, ഇതിനെ കേൾക്കുക പോലും ചെയ്തിട്ടില്ലാത്ത മനുഷ്യന്മാരുണ്ടാവുക ലോകത്ത്. അവരെ സംബന്ധിച്ച് ഇവിടെ ഖുർആൻ ഒരിക്കലും അവരെ കാഫിർ എന്ന് വിശേഷിപ്പിക്കില്ല എന്നുള്ളതാണ്. അവർ മുസ്ലിങ്ങളാണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളല്ല, കാരണം ഇത് അംഗീകരിക്കാത്തത് കൊണ്ട്. എന്നാൽ ഇത് അറിയാത്തത് കൊണ്ട് അവർക്ക് നിഷേധിയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അള്ളാഹു അവർക്ക് പരലോക ജീവിതത്തിൽ
അവർക്ക് സന്ദേശം കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് രക്ഷ നൽകിയെന്ന് വരാം. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒമാകുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഒരു ദൂതനെ നിയോഗിക്കാതെ, അതായത് ദൂതൻ്റെ ദൗത്യം എത്തിപ്പെടാതെ നമ്മളൊരു സമൂഹത്തെയും ശിക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാഫിർ എന്ന് പറയുമ്പോൾ ഈ സന്ദേശം കിട്ടിയിട്ടും അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകളെയാണ് കാഫിർ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം എന്ന് പറയുന്നത് അത്ര സുഖകരമായിരിക്കില്ല, വളരെ വളരെ പ്രയാസമേറിയതായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ വാക്യത്തിലൂടെ ഫൈദാ നുഖിറ ഫിന്നാഖൂർ ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ അലൽ കാഫിരീന ഗൈറു യസീർ എന്ന് പറയുമ്പോൾ അവിടെ അവരെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഓതിക്കേൾപ്പിക്കുകയും നബി തന്നെയും മറ്റു വാക്കുകളിലൂടെ അവരെ തെര്യപ്പെടുത്തി പോന്നിട്ടുള്ളത്. ഇത് നിഷേധിച്ച് തള്ളിയത് കൊണ്ടൊന്നും അവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവസാനം അവിടെ കൈകടിക്കേണ്ടി വരും ഇത്തരം ആളുകൾ എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അരക്കിട്ട് ഉറപ്പിച്ച് പറയുന്നത്.